ഗുഡ് മോർണിംഗ്. നമ്മുടെ അസൈൻമെൻറ്റിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നീങ്ങാം. ഒരാളും ഇത് നിങ്ങൾ സ്വയം ചെയ്യാതെ നിങ്ങൾ ഈ സൊല്യൂഷൻ കാണരുത് കേട്ടോ. നിങ്ങൾ ആദ്യം സ്വയം ചെയ്യണം, അതിന് ശേഷമാണ് നിങ്ങൾ ഈ സൊല്യൂഷൻ കാണേണ്ടത്. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എ കോൺകേവ് മിറർ ഹാസ് ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ഇൻ എയർ. ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ എയറിലാണ് കോൺകേവ് മിറർ. വാട്ട് ഈസ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത് വെൻ ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ? ഓക്കെ, ഒരു മിററിൻ്റെ ഫോക്കൽ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്താ? എഫ് ഈസ് ഈക്വൽ ടു r/2 എന്നാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ റേഡിയസ് ഓഫ് കർവേച്ചർ. അപ്പോൾ വാട്ടറിൽ ഇമേഴ്സ് ചെയ്തു എന്നതുകൊണ്ട് റേഡിയസ് ഓഫ് കർവേച്ചറിൽ മാറുമോ? ഇല്ല. അപ്പോൾ ഈ ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ എന്ന ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. പുതിയ ഫോക്കൽ ലെങ്ത്തും എന്ത് തന്നെയാണ്? 10 സെൻറ്റിമീറ്റർ. ബിക്കോസ് ഫോക്കൽ ലെങ്ത് ഓഫ് എ സ്ഫെരിക്കൽ മിറർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇറ്റ്സ് സറൗണ്ടിങ് മീഡിയം. മനസ്സിലായല്ലോ? ഇനി നോക്കൂ, 1/f ഈസ് ഈക്വൽ ടു 1/v പ്ലസ് 1/u എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ കണ്ടിട്ട് ഒരിക്കലും നിങ്ങൾ എന്ത് പറയരുത്? ഫോക്കൽ ലെങ്ത് ഡിപ്പെൻഡ്സ് ഓൺ ഇമേജ് ഡിസ്റ്റൻസ് ആൻഡ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് പറയരുത്. തെറ്റാണ്. ഫോക്കൽ ലെങ്ത് യുനെയും വിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മനസ്സിലായോ? യുനെയും വിയും ഡിപ്പെൻഡ് ഇല്ല. നിങ്ങൾ യു ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എഫ് അല്ല മാറുക, മറിച്ച് വി ആണ് മാറുക. എഫ് റിമെയിൻസ് ദ സെയിം. നമുക്ക് ലാബിൽ ചെയ്യാനുള്ള എക്സ്പെരിമെൻറ്റും കൂടിയാണത്. വ്യത്യസ്ത യുകൾക്ക് വ്യത്യസ്ത വി കണ്ടിട്ട് ആ സന്ദർഭത്തിലൊക്കെ എഫ് കോൺസ്റ്റൻ്റ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫോക്കൽ ലെങ്ത് എന്തിനൊക്കെ ആശ്രയിക്കുന്നു ഒരു സ്ഫെരിക്കൽ മിററിൻ്റെ എന്നത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഇതല്ല, മറിച്ച് അത് ഇതാണ്. എഫ് ഈസ് ഈക്വൽ ടു r/2. അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. 2 കോൺകേവ് മിറേഴ്സ് ഹാവ് സെയിം ഫോക്കൽ ലെങ്ത്. ഓക്കെ, ഫോക്കൽ ലെങ്ത് സെയിം ആണ്, ബട്ട് അപ്പർച്ചർ ഓഫ് വൺ ഈസ് ലാർജർ ദാൻ ദാറ്റ് ഓഫ് ദി അതർ. ഒരാൾക്ക് അപ്പർച്ചർ കൂടുതലാണ്, അപ്പോൾ അതിൽ മാർജിനൽ റേസ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കാം. മാർജിനൽ റേസ് ഉണ്ടായാലും എന്താ സംഭവിക്കുക? വിച്ച് മിറർ ഫോംസ് ഷാർപ്പർ ഇമേജ്? ഓക്കെ, മാർജിനൽ റേസ് ഉള്ളതിൽ ഷാർപ്പർ ഇമേജ് കിട്ടില്ല. കാരണം അവിടെ വ്യത്യസ്ത ലൈറ്റ് റേസ് വ്യത്യസ്ത പോയിന്റിലാണ് എന്ത് ചെയ്യുക? കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഷാർപ്പർ ഇമേജ് നമുക്ക് കിട്ടില്ല എപ്പോഴാണ്? ഷോർട്ടർ അപ്പർച്ചർ ഉള്ളതിൽ. ഷോർട്ടർ അപ്പർച്ചർ ഉള്ളതിലാണ് നമുക്ക് ഷാർപ്പർ ഇമേജ് കിട്ടുക. ഷാർപ്പർ ഇമേജ്. എന്താ കാരണം? ബിക്കോസ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം സ്ഫെരിക്കൽ അബരേഷൻ. ബിക്കോസ് ദിസ് ഈസ് ഫ്രീ ഫ്രം സ്ഫെരിക്കൽ അബരേഷൻ. സ്ഫെരിക്കൽ അബരേഷൻ ഉണ്ടാവില്ല ഈ കേസിൽ. സ്ഫെരിക്കൽ അബരേഷൻ. മനസ്സിലായല്ലോ? യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് നീങ്ങാം. നോക്കൂ, അബരേഷന് നമുക്ക് ഇവിടെ ഒരു ബി ഉള്ളൂ കേട്ടോ. അബരേഷന് ഒരു ബി 2R കേട്ടോ. ഓക്കെ, യെസ്. നെക്സ്റ്റ്, suppose that the lower half of a concave mirror's reflecting surface is covered with an opaque material. What will this have on the image of an object placed in front of a mirror? ഈ കാര്യം നമ്മൾ സംസാരിച്ചതാണ് അല്ലേ? നമ്മൾ സംസാരിച്ച പോയിൻ്റാണത്. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. എന്താ സംഭവിക്കുക? ലോവർ ഹാഫ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നോക്കൂ, ദിസ് ഇസ് പോൾ, ഫോക്കസ്, സി. സപ്പോസ് ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തു. പാരലൽ റേ ഓഫ് ലൈറ്റ് വന്ന് അത് ഫോക്കസിലൂടെ പാസ് ചെയ്തു. ഫോക്കസിലൂടെ എഫ്. മറ്റൊരു റേ ഓഫ് ലൈറ്റ് നോക്കൂ, ഇവിടെ സിയിലൂടെ വന്നു. സിയിലൂടെ അത് വന്ന വഴിക്ക് തിരിച്ചു പോയി. നമുക്ക് ഇവിടെയാണ് നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ലോവർ ഹാഫ് കംപ്ലീറ്റ് ഇവിടെ നമ്മൾ കവർ ചെയ്തു. ഇവിടെ നമ്മൾ ഇങ്ങനെ മിറർ അല്ലാതാക്കി. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? അങ്ങനെയാണെങ്കിൽ ഇമേജ് ഇവിടെ ഫോം ചെയ്യുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇമേജ് ഫോം ചെയ്യും. കാരണം ഇമേജ് ഫോം ചെയ്യാൻ പിന്നെ ഈ റേ ഓഫ് ലൈറ്റിൻ്റെ നിർബന്ധമുണ്ടോ? ഇല്ല. കാരണം കോടി ലൈറ്റ് റേസ് ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. കോടിക്കണക്കിന് ലൈറ്റ് റേസ് ഇവിടെ മിററിൽ തട്ടിയിട്ട് ഇതൊക്കെ ഇതേ പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്. കണ്ടല്ലോ, മിററിൽ തട്ടിയിട്ട് ഇതൊക്കെ ഇതേ പോയിന്റിലൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്.
പക്ഷേ എന്താ സംഭവിക്കുക, കൂടുതൽ ബ്രൈറ്റ്നെസ് നമുക്ക് എപ്പോഴാണ് കിട്ടുക, കൂടുതൽ ലൈറ്റ് റേസ് ഇൻസിഡൻ്റ് ചെയ്യുമ്പോഴാണ്. താഴ്ഭാഗത്ത് കൂടി മിറർ ആയിരുന്ന സമയത്ത് ഈ പോയിന്റിലേക്ക് കൂടുതൽ ലൈറ്റ് റേസിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ലൈറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ കുറവാണ്. അങ്ങനെ ലൈറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ കുറവായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ ലൈറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ കുറവായി കഴിഞ്ഞാൽ, നല്ലോണം ശ്രദ്ധിക്കുക, ലൈറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ ഈ പോയിന്റിൽ കുറവായി കഴിഞ്ഞാൽ ഇമേജ് എന്തായിരിക്കും, ബ്രൈറ്റ്നെസ് കുറയും. അപ്പോൾ ആൻസർ എന്താ, ഇമേജ് ഫോംസ് അറ്റ് ദ സെയിം പൊസിഷൻ വിത്ത് ദ സെയിം സൈസ് ബട്ട് വിത്ത് റെഡ്യൂസ്ഡ് ബ്രൈറ്റ്നെസ്. വാട്ട് ഇഫക്റ്റ് വിൽ എന്നാണ് ചോദ്യം. എന്താണ് ഇഫക്റ്റ്? ആ ബ്രൈറ്റ്നെസ് വിൽ ബി റെഡ്യൂസ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ, എ കോൺവെക്സ് മിറർ ഹാസ് ഫോക്കൽ ലെങ്ത് എഫ്. എ റിയൽ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് എഫ് ഇൻ ഫ്രണ്ട് ആണ്, ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ ഇമേജ്. കോൺവെക്സ് മിററിൽ ഫോക്കസ് ലെവൽ, ഓക്കെ, കോൺവെക്സ് മിറർ. അപ്പോൾ ഒറ്റടിക്ക് പിന്നെ ഇൻഫിനിറ്റി ഒന്നും ചാടി പറയില്ല കേട്ടോ, ഒന്ന് നോക്കണം നമുക്ക്. യെസ്, ഇതാണ് കോൺവെക്സ് മിറർ. അതിൻ്റെ ഫോക്കസ് എന്ന് പറഞ്ഞത് ആക്ച്വലി ഇവിടെയാണ് അല്ലേ, ഇതല്ലേ ഫോക്കസ്. പക്ഷേ ഇവിടെ ഒബ്ജക്റ്റ് വെച്ചത് ഇവിടെ ഇൻ ഫ്രണ്ട് ഓഫ് ദ മിററിൽ. എന്നിട്ട് ആ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ് എന്തിന് ഈക്വൽ എന്ന് പറഞ്ഞത്, ഫോക്കൽ ലെങ്ത്തിന് ഈക്വൽ എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ. ഇനി ഇമേജ് പൊസിഷനാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, തന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുക. യു എന്ന് പറഞ്ഞാൽ ലൈറ്റ് റേസ് നോക്കൂ, ഇവിടുന്ന് അങ്ങോട്ടല്ലേ വരിക. അപ്പോൾ യു എടുക്കൽ പോളിൽ നിന്ന് ഇങ്ങോട്ട്, ഇതാണ് ഒബ്ജക്റ്റ്. സോറി, ആ ഒബ്ജക്റ്റ് ഇവിടെ തന്നെ വെച്ചത് ഓയിൽ. അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇവിടുന്ന് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നോക്കൂ, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വരിക. അപ്പോൾ യു ആർ മൂവിങ് എഗെയിൻസ്റ്റ് ദ ഇൻസിഡൻറ്റ്. അപ്പോൾ നിങ്ങൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്താ എടുക്കുന്നത്, നെഗറ്റീവ്. ഇവിടെ ആ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആർക്ക് ഈക്വലാണ്, ഫോക്കൽ ലെങ്ത്തിന് ഈക്വൽ. അപ്പോൾ എന്താ എടുക്കുക, -f. അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ എടുക്കേണ്ടത് -10 ആണെന്ന് അർത്ഥം. മനസ്സിലായോ? അല്ലാതെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവാണ് എന്നല്ല ഈ എഴുതിൻ്റെ അർത്ഥം. ഓക്കെ, പിന്നെ ഇനി ഫോക്കൽ ലെങ്ത്തിനെ പറ്റി പറയാം. ഫോക്കൽ ലെങ്ത്തിന് എന്താണ്, ഫോക്കൽ ലെങ്ത് f = എന്താ, അത് +f ആണ്. കാരണം ഫോക്കസ് കിടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഫോക്കൽ ലെങ്ത് ശരിക്കും മെഷർ ചെയ്യൽ ഇവിടുന്ന് അങ്ങോട്ടാണ്. അപ്പോൾ യു ആർ മൂവിങ് എലോങ് ദ ഇൻസിഡൻറ്റ് അല്ലെ, ഇവിടുന്ന് അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ യു ആർ മൂവിങ് എലോങ് ദ ഡിറക്ഷൻ ഓഫ് ദ ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ അത് എഫ് ആണ്. ഇനി നമുക്ക് വേണ്ടത് വി ആണ്. അപ്പം മിറർ ഫോർമുല അപ്ലൈ ചെയ്യും. 1/f = 1/v + 1/u. 1/v = 1/f - 1/u. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ, 1/f. എഫ് എന്താണ്, -1/f. എഫ് ഈസ് നെഗറ്റീവ്. പിന്നെ -u എന്താ, -f. -1/f ആണല്ലോ. റെഡി അല്ലേ? 1/v 1/f - 1/u. എഫ് ഈസ് എഫ് പോസിറ്റീവ് ആണ് കേട്ടോ, സോറി, എഫ് ഇവിടെ പോസിറ്റീവ് അല്ലേ, അപ്പോൾ ദിസ് ഈസ് പോസിറ്റീവ്. ക്ലിയർ? യെസ്. അപ്പോൾ 1/f -× പ്ലസ്, അപ്പോൾ 1/f + 1/f ആണല്ലോ. 1/f + 1/f ദാറ്റ് ഈസ് ഈക്വൽ ടു LCM എഫ് കോമൺ. ഓക്കെ, ഇവിടെ 2 കിട്ടി. Therefore v is equal to, or 1/v is equal to 2f/2/f, or v is equal to f/2. എന്താ ഇത്, പോസിറ്റീവാണ് ആൻസർ അല്ലേ. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, പോളിൽ നിന്ന് അങ്ങോട്ടാണ്. ആ പോളിൽ നിന്ന് അങ്ങോട്ട് എത്ര ഡിസ്റ്റൻസ്, f/2 ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഇമേജ് ഫോംസ് ബിഹൈൻഡ് ദ മിറർ അറ്റ് എ ഡിസ്റ്റൻസ് f/2. ഇമേജ് ഫോംസ് ബിഹൈൻഡ് ദ മിറർ അറ്റ് എ ഡിസ്റ്റൻസ് f/2. മനസ്സിലായോ? ഇൻഫിനിറ്റി അല്ല, ഇൻഫിനിറ്റി കിട്ടില്ല എപ്പോഴറിയോ, കോൺകേവ് മിററിൻ്റെ കേസിലാണ്. ഇത് കോൺവെക്സ് മിററാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒബ്ജക്റ്റ് ഫോക്കസിലാണ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൺവെക്സ് മിറർ. എല്ലാവർക്കും മനസ്സിലായോ? വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, പക്ഷേ പലപ്പോഴും കുട്ടികൾ തെറ്റിക്കാറുള്ള ഒരു പ്രോബ്ലം കൂടിയായിട്ട് ആണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an object is placed 10 cm in front of a concave mirror of radius 15 cm. The radius of curvature ആണ്. അപ്പോൾ നോക്കൂ, ഒബ്ജക്റ്റ് u is equal to, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്തായിരിക്കും, -10 cm. കാരണം ഒബ്ജക്റ്റിൽ നിന്നല്ലേ ലൈറ്റ് വരിക, പോളിൽ നിന്ന് ഇങ്ങോട്ടും അല്ലേ മെഷർ ചെയ്യുക, അപ്പോൾ അത് നെഗറ്റീവാണ്. ദെൻ കോൺകേവ് മിറർ ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ, ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ r/2 ആണ്. കോൺകേവ് മിററിൻ്റെ ഫോക്കസ് എവിടെ ഉണ്ടാവുക, ലെഫ്റ്റ് സൈഡിലാണ്. മീൻസ് മിറർ ഇങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ. അപ്പോൾ നോക്കൂ, അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് r/2 ആണ്. അപ്പോൾ നമുക്കിവിടെ -15/2 കണ്ടോ, സെൻറ്റിമീറ്റർ. 15 എന്താണ്, റേഡിയസ് ഓഫ് കർവേച്ചർ, /2 ഫോക്കൽ ലെങ്ത് കിട്ടാൻ. നെഗറ്റീവ് കിട്ടാൻ കാരണം
കോൺകേവ് മിററാണ്, ഫോക്കസ് പുറത്തേക്കും. ഫൈൻഡ് പൊസിഷൻ, നേച്ചർ ആൻഡ് മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഇമേജ് ഇൻ ഈച്ച് കേസ് എന്നുള്ളത് ഇത് 2 ക്വസ്റ്റ്യനാണ്. ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അടുത്തും കൂടി കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇമേജ് ഇൻ ദിസ് കേസ് എന്നാക്കിയാൽ മതി. ഇൻ ദിസ് കേസ് നോക്കാം. അപ്പോൾ ഇമേജ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ ആദ്യം കണ്ടെത്തുന്നത്. വി is equal to കണ്ടെത്താം. 1/f is equal to 1/v plus 1/u, or 1/v equal to 1/f minus 1/u. That is equal to 1/f എന്താ, minus 2/15 minus u എന്താ നോക്ക്, -10. അപ്പോൾ മൈനസ്, ഈ മൈനസ് ഇവിടെ ഇക്വേഷനിൽ മൈനസ് ആണ്, -1/10. That is equal to LCM നമുക്ക് 30 എടുക്കാം. -4 plus 3, that is equal to -1/30, or v is equal to -30 centimeter. v is equal to -30 centimeter. v is -30 centimeter. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. m is equal to എന്താ, m is equal to -v/u, that is equal to minus of minus v -30 divided by u is -10, that is equal to -3 എന്ന് കിട്ടി. or you know m is equal to hi/h1, അതാണ് -3 കിട്ടിയത്. അപ്പോൾ hi എന്താണ്, -3ho. മൈനസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താ, ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ഒബ്ജക്റ്റ് എന്താണ്, മാഗ്നിഫൈഡ്. അപ്പോൾ നമുക്ക് ഓരോന്ന് പറയാം. പൊസിഷൻ എവിടെയാണ്, ദ മൈനസ് ആണ്. അപ്പോൾ എന്താ, ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ. ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ അറ്റ് എ ഡിസ്റ്റൻസ് 30 cm. വി സിയിൽ -30 മാത്രമേ ഇത് നിർത്തരുത് കേട്ടോ. ഇമേജ് ഫോംസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ അറ്റ് എ ഡിസ്റ്റൻസ് 30 cm. പിന്നെ എൻലാർജ്ഡ് ആണ്. ഇറ്റ് ഈസ് എൻലാർജ്ഡ്, മാഗ്നിഫൈഡ്, ഇൻവേർട്ടഡ്, മാഗ്നിഫൈഡ്. എല്ലാ കാര്യവും ഇൻവേർട്ടഡ് ആണ്, മാഗ്നിഫൈഡ് ആണ്, റിയൽ ഇമേജ് ആണ്. മിററിൻ്റെ ഫ്രണ്ടിൽ ഫോം ചെയ്യുന്ന ഇമേജസ് ഒക്കെ എന്തായിരിക്കും, റിയൽ ഇമേജ് ആയിരിക്കും. കാരണം അവിടെയൊക്കെ ആക്ച്വൽ ലൈറ്റ് റേസ് മീറ്റ് ചെയ്യും എന്നർത്ഥം. അടുത്ത ക്വസ്റ്റ്യൻ. An object is placed 5 cm in front of a concave mirror of radius. ഓക്കെ, ഇതാ നേരത്തെ അതേ ക്വസ്റ്റ്യനിൽ അല്ല, അതല്ലത്. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 5 cm. യെസ്. u is equal to 10 പകരം 5 പറഞ്ഞത്, -5 cm. അതുപോലെ അപ്പോൾ f is equal to എത്ര, -r/2 ആണ്, which is equal to -15/2 cm. v കണ്ടെത്തണം. 1/f is equal to 1/v plus 1/u, or 1/v equal to 1/f minus 1/u. That is equal to 1/f എന്താ, -2/15 minus -1/5. ക്ലിയർ ആണല്ലോ? യെസ്. Therefore 15 minus 2 plus 3, that is equal to 1/15, or v is equal to 15 cm. അപ്പോൾ behind the mirror ആണ്. No, v is equal to 15. Now m is equal to -v/u, that is equal to minus of v is 15 divided by u is -5. Minus cancel ചെയ്തു, 3. That is hi/ho equal to 3 implies hi is equal to 3 times ho. എല്ലാ കാര്യവും ഇമേജ് ഫോംസ് ബിഹൈൻഡ് ദ മിറർ അറ്റ് എ ഡിസ്റ്റൻസ് 15 cm. ഇമേജ് മാഗ്നിഫൈഡ് ആണ്, ബിഹൈൻഡ് ദ മിറർ ആയതുകൊണ്ട് തന്നെ വെർച്വൽ. അപ്പോൾ വെർച്വൽ, ഇറക്റ്റ്, മാഗ്നിഫൈഡ്. നേരത്തെ റിയൽ ആണ്, ഇൻവെർട്ടഡ് ആണ്. അപ്പോൾ ഇവിടെ ഇറക്റ്റ് ആണ്, കാരണം പോസിറ്റീവ് ആണ് മാഗ്നിഫിക്കേഷൻ. ബിഹൈൻഡ് ദ മിററിലൊക്കെ വെർച്വൽ ആയിരിക്കും, അതോടൊപ്പം തന്നെ ഇറക്റ്റും ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഇമേജ് ഫോംസ് ബിഹൈൻഡ് ദ മിറർ അറ്റ് എ ഡിസ്റ്റൻസ് 15 cm. ഇമേജ് ഈസ് വെർച്വൽ, ഇറക്റ്റ് ആൻഡ് മാഗ്നിഫൈഡ്. An object of length 6 cm is placed on the principal axis of a concave mirror of focal length f at a distance of 4f. കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവും കോൺവെക്സ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇവിടെ നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് യു ഈസ് ഈക്വൽ ടു എന്താണ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് -4f. ഫോക്കൽ ലെങ്ത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഫ്,
പിന്നെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് നെഗറ്റീവ്, അതാണ് അത് കേട്ടോ. ഇതാണ് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ. പിന്നെ കോൺകേവ് മിററാണ്, അപ്പോൾ ഫോക്കൽ ലെങ്ത് എന്താ, നെഗറ്റീവാണ്. ആ നെഗറ്റീവ് ഇവിടെ കൊടുക്കരുതേ. ഓക്കെ. പിന്നെ എച്ച് ഒ തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ. HI ആണ് കണ്ടെത്തേണ്ടത്. HI = വാട്ട്? മനസ്സിലായല്ലോ? ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഏതൊക്കെയാണ്, യുവും എഫും തന്നിട്ടുള്ളത്. യെസ്, നോക്കൂ, ക്വസ്റ്റ്യൻ നോക്കൂ. യു ആൻഡ് എഫ് ആർ ഗിവൺ. യുവും എഫും തന്നു കഴിഞ്ഞാൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ കാണാനുള്ള ഇത് കാര്യം നമ്മുടെ കയ്യിലുണ്ട്. എം = എന്താ, എം = എഫ് ഡിവൈഡഡ് ബൈ എഫ് മൈനസ് യു. എഫ് ഡിവൈഡഡ് ബൈ എഫ് മൈനസ് യു. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ വെച്ച് ചെയ്യാം. ഇനി ഇത് ഓർമ്മയില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, മിറർ ഫോർമുല എഴുതുക, എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് ഉണ്ടാക്കിയാലും മതി, കുഴപ്പമൊന്നുമില്ല. യെസ്, എഫ് = ഇവിടെ എന്താ, ഇത് ജനറൽ ഇക്വേഷനാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യണം. എഫ് മൈനസ് എഫ് ആണ്, മൈനസ് എഫ് ഹോൾ ഡിവൈഡഡ് ബൈ യു എന്താ, യു ആൻഡ് എഫ് അഗെയിൻ മൈനസ് എഫ് മൈനസ് യു ഈസ് ഇവിടെ -4f ആണ്, -4f. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് ഒരു മൈനസിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം, പുറത്തെടുത്തിട്ട് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ മേലത്തെ -f പോയി, ഡിവൈഡഡ് ബൈ ഇവിടെ പോസിറ്റീവ് എഫ് ആയി, -4f. ഒരു മൈനസ് പുറത്തെടുത്ത് ക്യാൻസൽ ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ ഒരു എഫ് നിന്ന് 4f പോയാൽ -3f, എഫ് ക്യാൻസൽ, or m is equal to -1/3. m is equal to -1/3. Now see which is equal to hi divided by ho, or hi is equal to -1/3 ho. That is equal to -1/3 into ho is given as 6. That is equal to -2 centimeter. Minus represent, it is inverted. നമ്മളോട് ഇവിടെ ലെങ്ത് ചോദിച്ചിട്ടുള്ളൂ. The answer is 2 centimeter. 2 centimeter is the right answer. An object 2.5 centimeter high എന്ന് വെച്ചാൽ HO is equal to 2.5 centimeter. Placed at a distance of 10 centimeter from a concave mirror. U is equal to -10 centimeter. Object distance is negative always. കോൺകേവ് മിറർ ആണ്, റേഡിയസ് ഓഫ് കർവേച്ചർ 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ്, കോൺകേവ് മിററിൻ്റെ നെഗറ്റീവ് ആണ് ഫോക്കൽ ലെങ്ത്, 30 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു -15 സെൻറ്റിമീറ്റർ. ഫൈൻഡ് ദ സൈസ് ഓഫ് ദ ഇമേജ്. യു ആർ റിക്വയർഡ് ടു ഫൈൻഡ് HI. നേരത്തെ പോലെ തന്നെ യുവും എഫും ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് m is equal to എഫ് ഡിവൈഡഡ് ബൈ എഫ് മൈനസ് യു എന്ന ഇക്വേഷൻ നമുക്കിവിടെ ഫിറ്റാണ്. നിങ്ങളിത് അപ്ലൈ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതന്നെ അപ്ലൈ ചെയ്ത് നിർബന്ധമുണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എന്താ, എഫ് ഈസ് -15 ഹോൾ ഡിവൈഡഡ് ബൈ -15 മൈനസ് യു ഈസ് -10. നമുക്ക് ഒരു മൈനസ് നമുക്ക് പുറത്തെടുത്ത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 15 ഡിവൈഡഡ് ബൈ 15 മൈനസ് 10. That is equal to 15 divided by 5 equal to 3. Therefore, HI divided by HO. HI divided by HO is equal to 3 negative. That means HI is equal to 3 times HO. It is 3HO. Which is equal to 3 into 2.5. HO is 2.5. Therefore, the answer is 7.5 centimeter is the right answer. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. What is the minimum distance between the object and its real image for a concave mirror? കോൺകേവ് മിററിൽ വരാൻ പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ഒബ്ജക്റ്റും റിയൽ ഇമേജും തമ്മിൽ അതേതാ? When the object is at C, അല്ലേ? പോള്, ഫോക്കസ്, സി. നോക്കൂ, ഇവിടെ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതാ സി ആണ് കേട്ടോ. സിയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ എന്താ സംഭവിക്കുക? പാരലൽ റേ ഓഫ് ലൈറ്റ് പോയി അത് ഫോക്കസിലൂടെ പാസ് ചെയ്തു. മറ്റൊരു റേ ഓഫ് ലൈറ്റ് നോക്കൂ, ഇവിടെ പോളിലേക്ക് വന്നു കരുതുക. പോളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതേ ആംഗിളിൽ അത് റിഫ്ലക്ട് ചെയ്തു എന്ന് വെച്ചാൽ ഹിയർ ഫോംസ് ദ ഇമേജ്.
അപ്പോൾ ഇത് റിയൽ ഇമേജ് ആണല്ലോ, ഇറ്റ്സ് റിയൽ ഇമേജ്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് എവിടെയുള്ളത്? സിയിൽ. ഇമേജ് എവിടെയുള്ളത്? സിയിൽ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ? 0 ഈസ് ദ റൈറ്റ് ആൻസർ. മിനിമം പോസിബിൾ ഡിസ്റ്റൻസ് ആണ്. ഇനി അതിൽ മിനിമം വരാനില്ലല്ലോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ കോൺകേവ് മിറർ ഈസ് 40 സെൻറ്റിമീറ്റർ. കോൺകേവ് മിററിൻ്റെ റേഡിയസ് അല്ലേ? ഓക്കെ, അപ്പോൾ ഫോക്കൽ ലെങ്ത് R/2 വിത്ത് നെഗറ്റീവ് സൈൻ. കോൺകേവ് മിററാണ്. അപ്പോൾ -40 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു -20 സെൻറ്റിമീറ്റർ. സൈൻ കൺവെൻഷനോട് കൂടി സൈസ് ഓഫ് ദ ഇമേജ് ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ്. HI ഈസ് ഈക്വൽ ടു 2HO എന്നാണ് പറഞ്ഞത്. HI ഈക്വൽ ടു 2HO. ഫൈൻഡ് ദ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കോൺകേവ് മിറർ 40 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചറാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ ക്വസ്റ്റ്യനിൽ നമുക്ക് സൈസ് ഓഫ് ദ റിയൽ ഇമേജ് എന്ന് വേണം കേട്ടോ. ഇവിടെ സൈസ് ഓഫ് ദ റിയൽ ഇമേജ് ഈസ് ട്വൈസ് ആസ് ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ റിയൽ ഇമേജ് ആണെങ്കിൽ അതെവിടെ ഉണ്ടാകുക? ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണല്ലോ. ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ എന്തായിരിക്കും? മീൻസ് ഇൻവേർട്ടഡ് ആയിരിക്കും ഇമേജ്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? M ഈസ് ഈക്വൽ ടു -2 എന്ന് നമുക്ക് എഴുതാം. M ഈസ് ഈക്വൽ ടു -2. HI/HO 2 ആണ് വിത്ത് നെഗറ്റീവ് സൈനായി. M ഈസ് ഈക്വൽ ടു -2. ഓക്കെ, ഇനി നമുക്ക് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് അല്ലേ വേണ്ടത്. അപ്പോൾ നമുക്ക് മാഗ്നിഫിക്കേഷൻ ഉണ്ട്, ഫോക്കൽ ലെങ്ത്തും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ M ഈസ് ഈക്വൽ ടു F ഡിവൈഡഡ് ബൈ F മൈനസ് U. M ഈസ് -2. ദാറ്റ് ഈസ് ഈക്വൽ ടു F എന്താണ്? F ഈസ് -20 ഡിവൈഡഡ് ബൈ -20 മൈനസ് U. യുവിന് നമ്മൾ ആദ്യമേ സൈൻ അസ്യൂം ചെയ്ത് സൈൻ കൊടുക്കേണ്ടതില്ല. അത് സൈനോട് കൂടിയായിരിക്കും നമുക്ക് ഇനി ആൻസർ കിട്ടുക. നമുക്ക് ചെക്ക് ചെയ്യാം. യു എന്താ കിട്ടേണ്ടത്? നെഗറ്റീവ് കിട്ടണം ശരിക്കും അല്ലേ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവ് കിട്ടണം. നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. അത് നോക്കും. ഈ മൈനസും ക്യാൻസൽ ചെയ്യും. മനസ്സിലായല്ലോ? യെസ്, ഇയാളെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? -40. അത് പുറത്ത് LHSലേക്ക് കൊണ്ടുവരാം. ഈ മൈനസാണ്, ഇത് ഇവിടെ മൈനസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. -2U ഈക്വൽ ടു 20 ഓർ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -20 മൈനസ് U ഈക്വൽ ടു 1 ഓർ -Uനെ ഇവിടെ നിർത്തി, അല്ലെങ്കിൽ നമുക്ക് -Uനെ അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ U ഈക്വൽ ടു ഇവിടെ ഓൾറെഡി ആരുണ്ട്? -20 ഉണ്ടാവും. ഈ 1നെ പുറത്ത് കൊണ്ടുവന്നു -1. റെഡി അല്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് വലിയൊരു മിസ്റ്റേക്ക് പറ്റിയാണ്. 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര? 10. യെസ്, ദാറ്റ് ഈസ് ഈക്വൽ നമുക്ക് എന്താ ആൻസർ കിട്ടുക? -30 സെൻറ്റിമീറ്റർ ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നെഗറ്റീവ് തന്നെയാണ് കിട്ടേണ്ടത് ആണല്ലോ. നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് ആൻസർ തന്നെ നമുക്ക് കിട്ടിയിട്ടില്ല. ഇനി ഈ ക്വസ്റ്റൻ തന്നെ ഉപയോഗിക്കൽ നിർബന്ധമുണ്ടോ? ഇല്ല, നിങ്ങൾ മിറർ ഫോർമുല യൂസ് ചെയ്താൽ മതി. 1/F ഈസ് ഈക്വൽ ടു 1/V പ്ലസ് 1/U. നേരിട്ട് ഇതിൽ അപ്ലൈ ചെയ്താലേ നമുക്ക് ആൻസർ കിട്ടും. ഞാൻ പറയണ്ടല്ലോ, ഇതിൽ നേരെ അപ്ലൈ ചെയ്താൽ F കൂടെ ഉണ്ട്. അത് M നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. എമ്മിൽ നിന്ന് M ഈസ് ഈക്വൽ ടു ആരാ? -V/U. ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് U കിട്ടാവുന്നതേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ അതിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും കണ്ടെത്തുന്നതിന് വിരോധമില്ല. ഓക്കെ, അപ്പോൾ നോക്കൂ, നമ്മൾ അതിലെ എല്ലാ പ്രോബ്ലവും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ വേണ്ടത് സിമിലർ ക്വസ്റ്റ്യൻസ് കൂടുതൽ നിങ്ങൾ ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു.